ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുകയാണ്. ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാട്ടിൽമേക്കൽ ദേവീക്ഷേത്രത്തിന് കുറച്ച് വടക്കോട്ട് മാറിയാണ് നമ്മൾ ഈ ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം ഉള്ളത്. വളരെ മനോഹരമായൊരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം നമ്മളൊന്ന് സന്ദർശിച്ച് നോക്കുക. നല്ല മനോഹരമായൊരു അന്തരീക്ഷവും നല്ലൊരു ക്ഷേത്രവുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾ പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒന്ന് തൊഴുതിന് ശേഷം വർക്ക് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ പുറകെ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രത്തിലൊന്ന് സന്ദർശിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്ഷേത്രമാണ്. BNB ഫാമിലി ഇൻറ്റീരിയർ വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ സൈറ്റാണ്, കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ കാട്ടിൽമേക്കൽ ദേവീക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ മൂക്കുമ്പുഴ ദേവീക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കിച്ചണാണ്. അപ്പോൾ ഇവരുടെ മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഫ്രെയിം വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രിയായി സൈറ്റിൽ വന്നപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഫ്രെയിം വർക്ക് ചെയ്യുന്നതും ഈ കിച്ചൺ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. മൂക്കുമ്പുഴ സൈറ്റിലെ ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രെയിം വർക്ക് കഴിഞ്ഞത് താഴത്തെ ബോക്സ് അടിച്ച് ഗ്രാനൈറ്റ് ഇട്ട് വാൾട്ടയിലൊക്കെ ഒട്ടിച്ച് മേളിൽ നമുക്ക് ഫ്രെയിം 2 സൈഡിലായിട്ട് ഫ്രെയിം കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ബാസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ കയറ്റാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചിമ്മിനി വരുന്നുണ്ട്. ചിമ്മിനി അത് ഫിറ്റ് ആയിട്ടില്ല. ചിമ്മിനി ഫിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയും കബോർഡ് വരുന്നുണ്ട്. അങ്ങനെ ഫ്രെയിം വർക്ക് തീർന്ന് നമ്മൾ കുറച്ച് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാളിനകത്ത് കുറേ വെറൈറ്റി വർക്കും ഉണ്ട്, അത് കാണിക്കാൻ. അതിന് മുമ്പ് ഇവിടെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഒന്ന് കാണാം. വർക്ക് ഏരിയക്കകത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഇവിടെ എൽ ഷേപ്പ് ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലൊരു ബോക്സ് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോകളെല്ലാം നമ്മുടെ അൾജീരിയക്കകത്തുള്ള വിൻഡോ ആണ്, ടഫൺ ഗ്ലാസ്. നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്ലാസും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വീഡിയോക്കകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റാഫ്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു പുതിയ സ്റ്റാഫ് വന്നിട്ടുണ്ട്, അവനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പുതിയൊരു സ്റ്റാഫ് പയ്യൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പണി പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആര്യൻ വരും. ഇതാണ് നമ്മുടെ പണി പഠിക്കാൻ വന്ന പയ്യൻ ആര്യൻ. അപ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ നിന്നൊരു 10-22 കിലോമീറ്റർ ദൂരമുണ്ട്. ഹരിപ്പാടിനപ്പുറം കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, 21 വയസ്സേ ഉള്ളൂ, കൊച്ചു പയ്യനാണ്. പക്ഷേ എങ്കിലും അവൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാത്രി 9 മണിക്കായി വീഡിയോ എടുക്കുന്ന സൈറ്റിൽ നിന്ന്. 9 മണിക്ക് പോലും നമ്മളിരിക്കുന്ന സൈറ്റിൽ നിന്ന് അവന് വീട്ടിൽ വരെ പോകണ 40 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂർ എടുക്കും. എന്നിട്ട് അവൻ രാത്രി 9 മണി വരെ ആത്മാർത്ഥതയുള്ള പയ്യനായിട്ട് പണി പഠിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവൻ നിൽക്കട്ടെ, അവനെ നമ്മൾ പണി പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ കിച്ചൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മൾ പാലുകാച്ചിന് തലേദിവസം എടുക്കുന്ന വീഡിയോ ആണ്. തലേദിവസം രാത്രി നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ വർക്കെല്ലാം വളരെ വീട്ടുകാർക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ വർക്ക് ചെയ്ത പോലെ തന്നെ നമ്മളൊരു കോക്കറി ഷെൽഫിൻ്റെ വലിയൊരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു കബോർഡ് പോലെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വശം നമ്മൾ 2 ഡോറായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടൊരു കൗണ്ടർ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വുഡൻ ഫിനിഷിൻ്റെ ഒരു ബോർഡറും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചനകത്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 2 ബാസ്ക്കറ്റാണ് ഈ വീട്ടിൽ കിച്ചനായിട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് പ്ലേറ്റ് വെക്കാനുള്ളതും ഒന്ന് കട്ട്ലറി ആയിട്ട് ഉള്ള ഒരു ബാസ്ക്കറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ഗ്ലാസ് ഡോർ ഒക്കെ കൊടുത്തിട്ട് ഷോക്കേഴ്സ് പോലെ തന്നെ നമുക്ക് ഗ്ലാസ് ഐറ്റംസൊക്കെ വേറെ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡോറുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ GTPT എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അതിൽ നമ്മൾ ഷോക്ക് കൊടുത്തിട്ടുള്ള ഡോറാണ് നമ്മൾ അതിന് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ വീട്ടിലെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു വർക്ക് ഏരിയ സ്പേസ്, ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ആ വർക്ക് ഏരിയയിൽ നമ്മൾ താഴെ ഒരു കബോർഡ് ചെയ്ത് മേളിൽ അത്യാവശ്യം ബോക്സൊക്കെ അടിച്ച് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലൊക്കെ വിൻഡോകളെല്ലാം കിച്ചനകത്തും ഹാളിനകത്തും ഒക്കെ നമ്മൾ വിൻഡോകളെല്ലാം അൾജീരിയക്കകത്ത് സ്ലൈഡിങ്ങിൻ്റെ ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചുള്ള സ്ലൈഡിങ് വിൻഡോകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 8 വിൻഡോ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ മുകളിലായിട്ട്. അതുകൂടാതെ തന്നെ നമ്മൾ മുകളിലത്തെ നിലയിലും ഒരു ബാൽക്കണി പോലെ സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ വുഡിൻ്റെ TKT പാനൽ ഉപയോഗിച്ചുള്ള സീലിംഗ് വർക്ക് കൂടി ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വർക്കും വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടുകാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ അവിടെ വന്നവരെല്ലാം നമ്മുടെ വർക്കിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വർക്കുകൾക്ക് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഇതുപോലുള്ള നല്ല വർക്കുകൾ ഒന്ന് ചെയ്തു തരുന്നതായിരിക്കും.